2 പത്രോസ് 3 അധ്യായത്തിൽ ബൈബിളിലെ ഉപദേശങ്ങളും യേശുവിന്റെ വാക്കുകളും ഓർമ്മിക്കാൻ പത്രോസ് ക്രിസ്ത്യാനികളെ ഓർമ്മിപ്പിക്കുന്നു. അവസാന നാളുകളിൽ ചിലർ വിശ്വാസികളെ പരിഹസിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. യേശു വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്തു, പക്ഷേ ഒന്നും മാറിയിട്ടില്ല എന്ന് അവർ പറയും. ദൈവം തന്റെ വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ചുവെന്നും നോഹയുടെ കാലത്ത് ഒരു വെള്ളപ്പൊക്കത്താൽ അതിനെ നശിപ്പിച്ചുവെന്നും ഈ ആളുകൾ മറക്കുന്നു. ദൈവം വെള്ളത്താൽ ലോകത്തെ വിധിച്ചതുപോലെ ഒരു ദിവസം അവൻ തീയാൽ ലോകത്തെ വിധിക്കുമെന്ന് പത്രോസ് വിശദീകരിക്കുന്നു. എന്നാൽ ദൈവം തന്റെ വാഗ്ദാനം പാലിക്കാൻ മടി കാണിക്കുന്നില്ല. അവൻ ക്ഷമയുള്ളവനാണ്, ആളുകൾക്ക് തന്നിലേക്ക് തിരിയാൻ സമയം നൽകുന്നു. ആരും നശിപ്പിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. രാത്രിയിലെ ഒരു കള്ളനെപ്പോലെ കർത്താവിന്റെ ദിവസം പെട്ടെന്ന് വരുമെന്ന് പത്രോസ് പറയുന്നു. ആ ദിവസം ആകാശവും ഭൂമിയും നശിപ്പിക്കപ്പെടും, എല്ലാം തുറന്നു കാട്ടപ്പെടും. എല്ലാം ഇങ്ങനെ അവസാനിക്കുമെന്നതിനാൽ യേശു മടങ്ങിവരുന്നതിനായി കാത്തിരിക്കുമ്പോൾ വിശുദ്ധവും നല്ലതുമായ ജീവിതം നയിക്കാൻ പത്രോസ് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. നന്മ മാത്രം വസിക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുമെന്ന് അവൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. അതുവരെ നാം സമാധാനത്തോടെ ജീവിക്കണം, ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം, വിശ്വാസത്തിൽ ശക്തമായി നിലകൊള്ളണം. പൗലോസ് തന്റെ ലേഖനങ്ങളിലും സമാനമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പത്രോസ് പറയുന്നു. ഒടുവിൽ ദൈവകൃപയിലും യേശുവിനെ നന്നായി അറിയാനും വളരാനും വിശ്വാസികളോട് പത്രോസ് പറയുന്നു. സത്യത്തിൽ നിന്ന് വീണുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക.